കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ ഇപ്പോൾ വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. പുലിപ്പല്ല് കൈവശം വെച്ചതിനാണ് വേടനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, വേടനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം മൃഗവേട്ട ഉൾപ്പെടെയുള്ള ശക്തമായ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് വേടനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അതായത് ഈ കഴുത്തിൽ അണിഞ്ഞിരുന്ന പുലിപ്പല്ല് വേട്ടയാടി പിടിച്ചതാണെന്നുള്ളതാണ് വനം വകുപ്പിൻ്റെ സംശയം. ഇതുമായി ബന്ധപ്പെട്ട് വേടൻ നൽകിയിരിക്കുന്ന മൊഴി തനിക്ക് തമിഴ്നാട്ടിലെ ഒരു ആരാധകൻ കൈമാറിയതാണെന്നാണ്. പക്ഷേ അങ്ങനെ കൈമാറിയാൽ പോലും ഇത്തരം വസ്തുക്കൾ കൈവശം വെക്കുന്നത് അറിയാതെയോ കൈവശം വെക്കുന്നത് കുറ്റകരമാണെന്നുള്ളതാണ് വനം വകുപ്പ് അറിയിക്കുന്നത്. പുലിപ്പല്ലിന്റെ സോഴ്സൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അദ്ദേഹത്തെ നാളെ ഉച്ചകഴിഞ്ഞ് പെരുമ്പാവൂർ ജെ.എഫ്.എം.സിയിൽ ഹാജരാക്കും. പെരുമ്പാവൂർ കോടതിയിലാണ് ഹാജരാക്കുന്നത്. വനംവകുപ്പിന്റെ ഓഫീസിലേക്കാണ് രാവിലെ കഞ്ചാവ് കൈവശം വെച്ചതിനാണ് വേടനെയും കൂടെ ഉണ്ടായിരുന്ന 8 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇതിനെ തുടർന്ന് നടത്തിയ ശരീര പരിശോധനയിലാണ് കഴുത്തിൽ പുലി പല്ല് ഉള്ള മാല അണിഞ്ഞിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിനെ തുടർന്ന് പരിശോധിച്ചപ്പോൾ അത് പുലിപ്പല്ലാണെന്ന് സംശയം തോന്നുകയും ഉടനെ വനം വകുപ്പിനെ വിവരം അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വന്ന് അത് പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിച്ചു. ഇതിനെ തുടർന്നാണ് വനം വകുപ്പ് മഹസർ എഴുതി വേടനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതിന് മുൻപ് തന്നെ കഞ്ചാവ് കേസിൽ പോലീസ് വേടനും കൂട്ടുകാർക്കും ജാമ്യം അനുവദിക്കുകയും ചെയ്തു. കാരണം 6 ഗ്രാം കഞ്ചാവ് മാത്രമാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. ചെറിയ അളവ് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സ്റ്റേഷൻ ജാമ്യം നൽകിയിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറയേണ്ട ആവശ്യമുണ്ട്. ഞാൻ വന്ന് കാര്യങ്ങൾ പറഞ്ഞിരിക്കും. ഇപ്പം എന്നെ പോകാനാണ്. ഇല്ല, ആരും ഒന്നും കുടുക്കിയതൊന്നല്ല. ഒരു ഗൂഢാലോചനകളില്ല. ബാക്കിയുള്ള ഞാൻ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് ആയുധങ്ങൾ, കൊടൽ പോലുള്ള ആയുധങ്ങൾ, മഴു പോലുള്ള ആയുധം കണ്ടിരുന്നു. പക്ഷേ അത് സംബന്ധിച്ച് കേസെടുക്കേണ്ടതില്ല എന്നതാണ് പോലീസിൻ്റെ തീരുമാനം. കാരണം അത്തരം ആയുധങ്ങൾ കൈവശം വെക്കുന്നത് മറ്റൊരു ഉദ്ദേശത്തോടുകൂടിയല്ല എന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് അതിൽ കേസെടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് പോയത്. പക്ഷേ ഈ വനം വകുപ്പിലെ കേസ് വളരെ ശക്തമാണ്. അതിൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. ഇക്കാര്യത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് ജാമ്യം ലഭിക്കാവുന്നതും ലഭിക്കാത്തതുമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കസ്റ്റഡിയിലെടുത്ത വേടനെ നാളെ ഉച്ചയോടുകൂടി പെരുമ്പാവൂരിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും.